നമുക്കിന്ന് കളിമണ്ണിലൊന്ന് സുന്ദരിയായാലോ? ആദ്യം തന്നെ മിനുസുള്ള ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ തടി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ക്ലേ പരത്തി കഴിഞ്ഞാൽ ഒട്ടാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാ വശവും ഒരേ തിക്നെസ് വരാനും കൂടി നോക്കുക. ഇവിടെ ഞാൻ ഓരോ ടൂൾസും കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മളിവിടെ മോൾഡോ അച്ചൊന്നും ഇല്ലാണ്ടാണ് കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് നമുക്കൊരു ജിമിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വലിയ പെൻഡൻ്റുള്ള മാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അച്ചു മോൾഡൊന്നും ഇല്ലെങ്കിലും ക്ലേ ജ്വല്ലറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് സിമ്പിളായി ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ? ഒരുപാട് ഡൗട്ടുള്ള കൂട്ടുകാരുണ്ട് ജ്വല്ലറി ഉണ്ടാക്കുമ്പോൾ. ആ ഡൗട്ടൊക്കെ ഞാൻ ഇവിടെ ക്യാപ്ഷന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നാച്ചുറൽ ക്ലേയും എയർഡേ ക്ലേയും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഉണ്ടാക്കി എടുക്കേണ്ടതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു നൈറ്റ് കംപ്ലീറ്റ് വെച്ച് ഞാൻ നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് പണി കിട്ടിയത് മെറ്റാലിക് പെയിന്റിലായിരുന്നു. വാങ്ങിയിട്ട് കുറെ നാളായതുകൊണ്ട് തന്നെ ഡ്രൈ ആയിപ്പോയി. പിന്നെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ഞാൻ വേറൊരു പാറ്റേൺ ഡിസൈൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇത് കൊള്ളാവോ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാൻ ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ല.